ഹായ്, ഐ എം സൂസൻ. വെൽക്കം ബൈ സൂസൻ മ്യൂസിക്സ് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സേഫായി ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ പുതിയ ഗാനങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടോ? അങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ കർത്താവ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് സോങ് തന്നായിരുന്നു. ഒരു ദിവസം ഉച്ചയ്ക്കായിരുന്നു, ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ പരിശുദ്ധാത്മാവേ, ദൈവാത്മാവേ എന്നിൽ വന്ന് വസിക്കണമേ, എല്ലാവരും അന്ത്യനാളുകളിൽ വന്ന് വസിക്കണേ എന്നൊക്കെ തുടങ്ങുന്നത്. എനിക്ക് അല്പമേ ശക്തി ഉള്ളെങ്കിലും നീ മുഴുവനായി വന്ന് നിറയണം. പിന്നെ പരിശുദ്ധാത്മാ അത്രേ മാത്രമേ തന്നുള്ളൂ. ബാക്കി എൻ്റെ കൈ നീട്ടതും കർത്താവ് തന്നതും ആണല്ലോ. അങ്ങനെ പരിശുദ്ധാത്മാവ് ഏതൊക്കെ രൂപത്തിൽ വരുമെന്നും ആ പാട്ടിലൂടെ പറയുന്നു. പ്രാവ് പോലെ വരും, മഞ്ഞ് പോലെ, മഴ പോലെ, കാറ്റായിട്ട്, കൊടുങ്കാറ്റായിട്ട്, മന്ദമാരുതനായിട്ട്, തീനാളമായിട്ട്, അഗ്നിജ്വാലയായിട്ട്, അങ്ങനെയൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഹോളി സ്പിരിറ്റ് നമ്മളിലേക്ക് വരും. അതാണ് അത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ലഭിക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് ബൈബിളിൻ്റെ വചനം നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 2:38 പറയുന്നു, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി നാം ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അപ്പോൾ ഇത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു പറയാം, പിതാവായ ദൈവമാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പരിശുദ്ധാത്മാവ് ഹൈന്ദവ പുരാണത്തിൽ പറയുന്നത് പിതാവ് ആത്മപുത്ര എന്ന് പറയുന്നത്. എന്നാൽ പിതാവ് തന്നിലുള്ള ആത്മാവിൻ്റെ ശക്തി കൊണ്ട് പുത്രനെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. യേശു നമുക്കറിയാം, യോർദാൻ നദിയിലെ യോഹന്നാൻ സ്നാപകൻ്റെ കയ്യിൽ കീഴിൽ സ്നാനമേറ്റപ്പോഴാണ് യേശുവിന് പരിശുദ്ധാത്മാവ് ലഭിച്ചത്. അതിനുശേഷം പറയുന്നത് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലോട്ട് നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിനെ വരെയും ഗൈഡ് ചെയ്തത് ആ ഹോളി സ്പിരിറ്റാണ്. അപ്പോൾ നമ്മൾ വിശ്വസിച്ച് സ്നാനപ്പെട്ട് പാവം ഒഴികെ സ്ഥലത്തിനും പരീക്ഷിക്കപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു വരെ സ്നാനപ്പെട്ടവർ നമുക്ക് എന്തുകൊണ്ട് ആ പ്രവൃത്തി ചെയ്തുകൂടാ എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞാൽ റോമർ 8:9 പറയുന്നത്, എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോമർ 8:14 പറയുന്നുണ്ട്, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിൻ്റെ മക്കളാകുന്നുവെന്ന്. അപ്പം നമ്മളെ ഗൈഡ് ചെയ്യുന്നത് കാര്യസ്ഥനായ പശ്ചാത്തലം. കർത്താവ് ഉയർത്തേണ്ട സ്വർഗ്ഗത്തിലേക്ക് കരേറി പോകുന്നിടത്ത് ശിഷ്യന്മാരും ഇങ്ങനെ മനപ്രയാസപ്പെടുന്നപ്പോൾ അവർ പറഞ്ഞു, അവരുടെ അന്തരംഗം അറിഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാൻ കാര്യസ്ഥന് വരികയില്ല, അവൻ വരുമ്പോഴോ സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. അപ്പം നമ്മളിപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രാപിച്ച്, അതുകൊണ്ട് 9 കൃപാവരങ്ങൾ ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും പ്രാപിച്ച് നിത്യരായി ഇതിന് അവകാശങ്ങളായി തീരുവാൻ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചത് തന്നെ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിലുള്ള ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. അത് പറയുന്നത്, യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതുകൊണ്ട് നമ്മളെയും ഉയർപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഓരോ ദിവസവും ദൈവാത്മാവിന് വിധേയപ്പെട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ആഴ്ചയിൽ ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. സോങ്ങൊക്കെ ഷെയർ ചെയ്യുക, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, അതിലൂടെ സപ്പോർട്ട് ചെയ്യുക, ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഫസ്റ്റ് സോങ്ങിലേക്ക് പോകാം. പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, അടിയങ്ങളിൽ നീ വന്നു വസിക്കണം, അന്ത്യനാളിൽ എല്ലാവരിലും നീ വന്നു വസിക്കണമേ, വന്നു നിറയണമേ. ചേർന്ന് പാടാം. എത്ര പേര് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണമെന്ന്? പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, അടിയങ്ങളിൽ നീ വന്നു നിറയണം, അന്ത്യനാളിൽ എല്ലാവരിലും നീ വന്നു വസിക്കണമേ, വന്നു നിറയണമേ. എനിക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ മുഴുവനായി വന്നു നിറയണം. എനിക്കല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ മുഴുവനായി വന്നു നിറയണം, അകമാരിൽ മിന്നി വിളങ്ങണം, ആത്മാവിൻ ചിറകടി കേൾക്കണം, ഞാൻ ആത്മാവാലങ്ങേ സ്തുതിക്കുവാൻ, ആത്മാവാലങ്ങേ സ്തുതിക്കുവാൻ.
പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ അടിയങ്ങളിൽ നീ വന്നു നിറയണം. അന്ത്യനാളിൽ എല്ലാവരിലും നീ വന്നു വസിക്കണമേ, വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ അടിയങ്ങളിൽ നീ വന്നു പറയണം. അന്ത്യനാളിൽ എല്ലാവരിലും നീ വന്നു നിറയണമേ, വന്നു വസിക്കണമേ. പുതുമഴ പോലെ വന്നു പെയ്യണം, മഞ്ഞുതുള്ളി പോലെ വന്നു പൊഴിയണം. പുതുമഴ പോലെ വന്നു പെയ്യണം, മഞ്ഞുപോലെ വന്നു പൊഴിയണം. മന്ദമാരുതനായി വന്നു വീശണം, കൊടുങ്കാറ്റായി വീശി അടിക്കണം. ഞാൻ ആത്മാവാൽ അങ്ങേ സ്തുതിക്കുവാൻ, ഞാൻ ആത്മാവാൽ അങ്ങേ സ്തുതിക്കുവാൻ. പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ അടിയങ്ങളിൽ നീ വന്നു വസിക്കണം. അന്ത്യനാളിൽ എല്ലാവരിലും നീ വന്നു വസിക്കണമേ, വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ അടിയങ്ങളിൽ നീ വന്നു നിറയണം. അന്ത്യനാളിൽ എല്ലാവരിലും നീ വന്നു വസിക്കണമേ, വന്നു നിറയണമേ. തീനാളമായി വന്നു പതിയണം, അഗ്നിജാല പോലെ കത്തി ജ്വലിക്കണം. തീനാളമായി വന്നു പതിയണം, അഗ്നിജാല പോലെ കത്തി ജ്വലിക്കണം. ആത്മനദിയായി ഒഴുകണം, അഭിഷേകമായി നിറയണം. ഞാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ തീനാളമായി വന്നു പതിയണം, അഗ്നിജാല പോലെ കത്തി ജ്വലിക്കണം. ആത്മനദിയായി ഒഴുകണം, അഭിഷേകമായി നിറയണം. ഞാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ഞാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ. പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ അടിയങ്ങളിൽ നീ വന്നു നിറയണം. അന്ത്യനാളിൽ എല്ലാവരിലും നീ വന്നു വസിക്കണമേ, വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ ദൈവത്തിനാത്മാവേ അടിയങ്ങളിൽ നീ വന്നു നിറയണം. അന്ത്യനാളിൽ എല്ലാവരിലും നീ വന്നു വസിക്കണമേ, വന്നു നിറയണമേ.